കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഉണ്ടായ വിവാദം നമ്മൾ കണ്ടതാണ്. അതിനെ ചൂടുപിടിച്ച് വലിയ വാഗ്വാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി നമ്മുടെ DK ശിവകുമാർ കർണാടക നിയമസഭയിൽ RSSന്റെ പ്രാർത്ഥന ചൊല്ലുന്നതും നമ്മൾ കണ്ടു കേട്ടു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ DK ശിവകുമാർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമോ? കാരണം RSSന്റെ പ്രാർത്ഥനയാണ് ചൊല്ലിയിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കും അനുകൂല അഭിപ്രായങ്ങൾക്കും അത് ഇട നൽകിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ല, കർണാടകയിലെ ഒരു ശശി തരൂരായി മാറിയിരിക്കുകയാണ് ശിവകുമാർ. അദ്ദേഹം കുറച്ച് നാളുകളായി തന്നെ BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നു. BJP നേതാക്കളുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നു. അമിത്ഷാ അടക്കമുള്ളവരോട് വേദി പങ്കിടുകയാണ്. കഴിഞ്ഞ ശിവരാത്രി കാലത്ത് നാം കണ്ടതായിരുന്നു. കോയമ്പത്തൂരിൽ രണ്ട് നേതാക്കളും പരസ്പരം സ്നേഹം പങ്കിടുകയും അന്ന് തന്നെ ചർച്ച ഉയർന്നു വന്നിരുന്നു. ഉടൻ തന്നെ ചിലപ്പോൾ ഇദ്ദേഹം BJPയിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിരന്തരം BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നു. BJP രാഹുൽ ഗാന്ധി എന്ത് നിലപാടെടുക്കുമോ അതിന് വിപരീതമായ ഒരു നിലപാടെടുക്കുക എന്നതാണ് ഇപ്പോൾ ശശി തരൂരിന്റെ നയം. അദ്ദേഹം നോക്കും രാഹുൽ ഗാന്ധി ഒരു വിഷയത്തെ കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതിന് വിപരീതമായി മണിക്കൂറുകൾക്കകം തന്നെ ശശി തരൂരിന്റെ ഒരു പ്രതികരണം ഉണ്ടാകും. അത്തരത്തിൽ കുറച്ച് നാളുകളായി തന്നെ DK ശിവകുമാർ ആ നിലപാട് സ്വീകരിക്കുകയാണ്. അവസാന ഘട്ടം അദ്ദേഹം അവസാന മുമ്പ് നമ്മൾ കണ്ടതാണ്. കുംഭമേളയിലും മറ്റും അദ്ദേഹം പോയിട്ട് പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ശിവരാത്രിക്ക് തമിഴ്നാട്ടില് നമ്മുടെ അമിത്ഷായുമായിട്ട് വേദി പങ്കിട്ട സംഭവം. കാരണം ഇപ്പോൾ തന്നെ അത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അവിടെ സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ DK ശിവകുമാറും രണ്ട് ചേരിയിലാണെന്നും ആ ചേരികൾ തമ്മിലുള്ള ഈ വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. നാം ഡൽഹിയിൽ കണ്ടതാണ്. ഈ രണ്ട് നേതാക്കളുടെയും ഉദ്യോഗസ്ഥർ തമ്മിൽ വലിയ സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഒരു നേതാവിന്റെ ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേൽക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് മാറുകയാണ്. അങ്ങനെ മാറി മാറി അദ്ദേഹവും പാർട്ടി മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതിന്റെ ഒരു തുടക്കമാണോ നാം നിയമസഭയിൽ കണ്ടതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെയായിരുന്നു നിയമസഭയിൽ സമ്മേളനം ചേരുമ്പോൾ ഒരു ചർച്ച ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ RSSന്റെ പ്രാർത്ഥന ചൊല്ലുന്നത്. പൂർണ്ണമായി തന്നെ അദ്ദേഹം തുടക്കം അതിഗംഭീരമായി ചൊല്ലുകയാണ്. കോൺഗ്രസ്സുകാരെല്ലാം ഇത് അന്തം വിട്ടുപോയി. അല്ല, അവിടെ ഉണ്ടായിരുന്ന BJPക്കാർക്ക് പോലും അത്ഭുതമാണ്. കാരണം ഞങ്ങൾ പോലും ഇത്രയും നന്നായിട്ട് ഇത് ചൊല്ലത്തില്ല. എന്തായാലും അതിനെ BJP നേതാക്കൾ കൈയടിച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഇനി ആ സമയത്ത് സിദ്ധരാമയ്യ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കർണാടകയെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ കാലഘട്ടത്തിൽ അവർ ഒറ്റക്കെട്ടായി വലിയ രീതിയിൽ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അന്ന് ഈ DK ശിവകുമാർ ആയിരുന്നു KPCCയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിനൊരു വാശിയായിരുന്നു. കാരണം ഇദ്ദേഹം ഇപ്പോൾ BJPയുമായി അടുക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു കാലത്ത് BJP വലിയ രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. കുറച്ചുനാൾ അദ്ദേഹം തീഹാർ ജയിലിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതെല്ലാം നമുക്കറിയാമായിരുന്നു. അങ്ങനെ BJPയെ കർണാടകയിൽ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക എന്നത് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം ഇദ്ദേഹം സാധിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവസാന ഘട്ടത്തിൽ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുന്നവരായിരിക്കും എല്ലാ കാലത്തും പ്രധാനപ്പെട്ട ചുമതലയിൽ വരിക. അത് രാഹുൽ ഗാന്ധിയുടെ അല്ല, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ ഒരു നേതാവ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതെങ്കിലും യുവ നേതാവ് കൃത്യമായി തന്നെ പ്രവർത്തിച്ച് ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, പക്ഷെ അവിടെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്തായാലും നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ പെട്ടിപിടിക്കുന്ന ഏത് നേതാവുണ്ടോ അദ്ദേഹമായിരിക്കും അവിടുത്തെ ഈ ചുമതലയിലേക്ക് വരിക. അത് തന്നെയാണ് നാം മധ്യപ്രദേശിൽ കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ യുവ നേതാവ് ജ്യോതിരാദിത്യ സിൻഹ അധികാരം പിടിച്ചു നൽകിയപ്പോൾ അവിടെ വന്നത് കമൽനാഥ് ആയിരുന്നു മുഖ്യമന്ത്രിയായി. പിന്നീട് നാം അത് രാജസ്ഥാനിൽ കണ്ടു. സച്ചിൻ പൈലറ്റ് ആയിരുന്നു അവിടെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും നിരന്തര സമരങ്ങൾ നടത്തുകയും BJP പോലെ ഒരു വലിയ കേഡർ പ്രസ്ഥാനവുമായി മുട്ടുക എന്ന് പറഞ്ഞത് വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തിയത്. അതെ, മുട്ടുക എന്ന് പറഞ്ഞ വലിയ വെല്ലുവിളിയാണ്. പക്ഷെ അദ്ദേഹം നിരന്തരം ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ മറ്റൊരു നേതാവാണ് മുഖ്യമന്ത്രി, അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. അതേ അവസ്ഥ തന്നെയാണ് കർണാടകയിൽ. ഇദ്ദേഹം സ്വന്തം പണവും കഴിവും ഉണ്ടാക്കി കൃത്യമായി തന്നെ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൃത്യമായ സമരങ്ങളിലൂടെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി. അതിനെതിരെ അപ്പോൾ തുടക്കം ഒരു ഇതുണ്ടായിരുന്നല്ലോ. തുടക്കം പറഞ്ഞു 2.5 വർഷം
സിദ്ധരാമയ്യയും 2.5 വർഷം ഡി കെ ശിവകുമാർ. ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ വീണ്ടും ഈ രാഹുൽ ഗാന്ധി പരിഗണിക്കുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ഇടഞ്ഞു നിൽക്കുന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA-മാരുമായി ഇദ്ദേഹം പുറത്തിറങ്ങുകയും നാം കണ്ടില്ല മഹാരാഷ്ട്ര മോഡൽ ശിവസേന അവിടെ ഭരണം നടത്തിയപ്പോൾ ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം MLA-മാർ പുറത്തിറങ്ങി അവർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ BJP-യുടെ പിന്തുണ ഉണ്ടാകുമെന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ ഒരു മഹാരാഷ്ട്ര മോഡലാണ് കർണാടകയിൽ സംഭവിക്കാൻ പോകുന്നതെന്നും പലരും വിലയിരുത്തുന്നുണ്ട്. അത് തന്നെയാണ് മിക്കവാറും സംഭവിക്കാൻ സാധ്യത. ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ പറയുകയാണ്. ചിലപ്പോൾ രാഹുൽ ഗാന്ധി ചിലപ്പോൾ വെറുതെ വിടുന്നത് ഇനി ആരെയെല്ലാം ഒതുക്കാൻ കഴിയും. ഒരു ഭാഗത്ത് കേരളം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇദ്ദേഹമുണ്ട്, ശശി തരൂരുണ്ട്, കർണാടകയിൽ ഡി കെ ശിവകുമാറുണ്ട്. അങ്ങനെ ഓരോ സംസ്ഥാനത്തും മുമ്പ് പലരും ഇങ്ങനെ ആസാമിൽ ഹിമന്ത ബിശ്വാസ് ഇങ്ങനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാട്ടിന് പോയത്. ഇപ്പം ആസാമിൽ BJP-യുടെ മുഖ്യമന്ത്രിയാണ്. അതെ, അല്ല അത് ഇപ്പോൾ മോദി മന്ത്രിസഭയിൽ പോലും അങ്ങനെ ഉണ്ടല്ലോ. പല പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. അത് എന്തായാലും ഇദ്ദേഹത്തിനെ പെട്ടിപിടിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുക, അതൊരു അജണ്ടയായി ഒരു ലിഖിത രേഖയായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ സംഭവിക്കുക. പക്ഷെ കർണാടകയിൽ നമുക്കറിയാം ഒരു കാലത്ത് നിരന്തരം പരാജയപ്പെട്ടിരുന്നപ്പോഴാണ് ഒരു ചെറിയ വെളിച്ചം പോലെ ഒരു ജീവശ്വാസം ഒരു ചെറിയ വെളിച്ചം പോലെ ഈ കർണാടകയിൽ വിജയിച്ചു കയറാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. പക്ഷെ അതിനെ ആ സംസ്ഥാനത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹം ശ്രമിക്കാതെ അവിടെ തമ്മിലടിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ഈ കർണാടകയിൽ അധികാരം ലഭിച്ചത് കൊണ്ട് തന്നെയാണ് തെലങ്കാനയിൽ അധികാരം ലഭിച്ചത്. അവിടെ തെലങ്കാനയിൽ നമുക്കറിയാം രേവന്ത് റെഡ്ഡി വന്നപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും അവിടെ പണം ഒഴുക്കുകയും കൃത്യമായി ഇടപെടുകയും ചെയ്ത ഡി കെ ശിവകുമാറാണ്. ഡി കെ ശിവകുമാർ ആയിരുന്നു അവിടുത്തെ ഈ പ്രചരണങ്ങൾ കൃത്യമായി നയിച്ചിരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്കും ആവശ്യമായ തെരഞ്ഞെടുപ്പ് ഫണ്ട് ലഭ്യമാക്കിയത് ഡി കെ ശിവകുമാർ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പോലും ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ചവിട്ടിത്താക്കുകയാണ് നിലവിൽ കോൺഗ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ നിരന്തരം പോകുകയാണെങ്കിൽ അവിടെ വീണ്ടും BJP തന്നെ അധികാരത്തിൽ എത്താനുള്ള സാധ്യതയുണ്ടാണ്. BJP അങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. ഈ കോൺഗ്രസിന്റെ ഏത് പരാജയവും മുതലെടുത്ത് മുന്നോട്ട് വരാനുള്ള വലിയ ശ്രമം നടത്തുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കാലത്ത് JDS-ഉം കോൺഗ്രസുമായി ആയിരുന്നു സഖ്യത്തിൽ ഭരണം നടത്തിയിരുന്നത്. ഇപ്പോൾ JDS BJP-യോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ മൈസൂർ മേഖലയിലെ BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ലോക്സഭയിൽ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അത് നോക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കിയ പാർട്ടി ലോക്സഭയിലാകുമ്പോൾ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അവിടെ മുന്നേറുന്ന BJP-യാണ്. അതിനുള്ള കാരണം JDS-ഉമായി സഖ്യം ചേരുന്നു, അവരുടെ പരാജയങ്ങൾ അവർ തിരിച്ചറിയുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ വിജയം ഉണ്ടാക്കിയ പാർട്ടി അവിടെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നത്. ഇതിന് മാറ്റം വന്നില്ലെങ്കിൽ വീണ്ടും ദക്ഷിണേന്ത്യയിൽ BJP വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. മുൻകാലങ്ങളെ പോലെയല്ല. നമുക്ക് കൃത്യമായി അറിയാം, ഓരോ മാസവും അമിത്ഷാ ഇവിടെ നേരിട്ട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാം പണ്ട് കണ്ടത് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം പണ്ട് BJP ആയാലും ഒരു പാർട്ടി ആയാലും കേന്ദ്ര നേതൃത്വമായാലും ഈ കിഴക്കൻ മേഖലയൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അമിത്ഷായും കൃത്യമായി തന്നെ അവിടെ സന്ദർശനം നടത്തുകയും പൂർണ്ണമായി തന്നെ അവരുടെ കൈകളിലേക്ക് ആ സംസ്ഥാനങ്ങളിലെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയാണ് നാം ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ കാണുന്നത്, ദക്ഷിണ ഇന്ത്യയിൽ കാണുന്നത്. ഇന്നലെ കേരളത്തിലും വന്നു, തമിഴ്നാട്ടിലും വന്നു, കഴിഞ്ഞ മാസം നരേന്ദ്രമോദി വന്നിരുന്നു, ഈ മാസം. അങ്ങനെ കൃത്യമായി തന്നെ നരേന്ദ്രമോദി അമിത്ഷായും അടക്കമുള്ളവർ അങ്ങനെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിക്കുമ്പോഴാണ് സ്വന്തമായി കയ്യിലുള്ള ഒരു സംസ്ഥാനം കോൺഗ്രസ് കളഞ്ഞു കുളിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും അതിന്റെ ഒരു തുടക്കമായിരിക്കും ചിലപ്പോൾ ഈ പ്രാർത്ഥനാ ഗീതം ഈ കർണാടക നിയമസഭയിൽ മുഴക്കിയിരിക്കുന്നത്.